नमस्ते। आज की कक्षा में सबको स्वागत। हम पिछली कक्षा में रजिया के बारे में पढ़ा। रामवृक्ष बेनीपुरी ने लिखी हुई एक रेखा चित्र है रजिया। यहाँ लेखक रजिया को याद करते हुए लेखक उसके बचपन से लेकर बुढ़ापे तक का एक सजीव चित्रांकन यहाँ करता है। लेखक का बचपन अपनी मौसी के घर बड़े ही प्यार दुलार में बीता। उसकी माँ उसके बचपन में ही चल बसा था, इसलिए मौसी के संरक्षण में उन्होंने पालन किया। वहाँ हिंदू मुसलमान एक दूसरे पर निर्भर थे। मुसलमान ज़्यादातर कारीगर होते तो हिंदू उनके गिरीदार है। रजिया की माँ उसे साथ लेकर लेखक के घर आया करती थी। रजिया की माँ का काम है वह एक चूड़ी पहनाने का काम करती थी। उस समय उसकी माँ के साथ ये छोटी सी बालिका रजिया से लेखक की मुलाकात हुई। उस समय लेखक एक छोटा बच्चा था। इसके बारे में हम पढ़ा। उसका रजिया का रूप कैसा था। लेखक देखते समय उसके कानों में चांदी की बालियाँ, गले में चांदी का हाइकल, हाथों में चांदी के कंगन और पैरों में चांदी की गोडाई, और उसका वेश बरबाह की बूटेदार कमीज पहना, काली साड़ी से उसके चोर को गले में लपटे और गोरे चेहरे पर लटकते हुए कुछ बालों को संभालने का परिश्रम करते हुए एक छोटी सी लड़की उस दिन लेखक के सामने आकर गिड़ी हो गई। ये अपने बचपन की उस रजिया की स्मृति लेखक के मन में ताज़ा ഓടി। നമ്മൾ പറഞ്ഞ കാര്യതാണ്। നെക്സ്റ്റ് നമ്മൾ വരുന്നത് മേരി മൗസി ജെറ്റ് ഉഡാ। ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു अपने गांव में चूड़ियों की गांचियाँ लेकर आते देखता आया था। यहाँ रजिया की माँ, एक दिन रजिया की माँ के साथ रजिया भी आई। ഒരു ദിവസം റജിയും കൂടെ വന്നു എന്ന് പറയുന്നത്। मेरी मौसी जेट उड़ा घर में गई और 2 टकवे और एक कसार लेकर उसके हाथों में रख दिए। ഇപ്പോൾ ഇവിടെ നമ്മുടെ ലേഖകൻ അതായത് ചെറിയ കുട്ടിയുടെ സമയത്താണ് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ്, പലഹാരം കഴിക്കുന്ന സമയത്താണ് മുന്നിൽ 2-3 മീറ്റർ അകലെ നമ്മുടെ രജി നിൽക്കുന്നതായിട്ട് കാണുന്നത്. ഇപ്പോൾ അവിടെ മേരി മൗസി ജഡ് ഉടി, മൗസി എന്ന് പറഞ്ഞാൽ അമ്മായി, ജഡ് ഉടി എന്ന് പറഞ്ഞാൽ വേഗത്തിൽ എഴുന്നേറ്റ് ഗർമേ ഗയി, വീടിൻ്റെ ഉള്ളിലേക്ക് പോയി. 2 टकुए और एक कसार लेकर, 2 टकुए എന്ന് പറഞ്ഞാൽ പലഹാരമാണ്, 2 പലഹാരം എടുത്തു. और एक कसार എന്ന് പറഞ്ഞാൽ ലഡുവാണ്, ലഡു. एक कसार लेकर उसके हाथों में रख दिए. അപ്പം അമ്മായി വീടിനകത്തേക്ക് പോയിട്ട് 2 പലഹാരം അതുപോലെ തന്നെ ഒരു ലഡു ഒക്കെ എടുത്തിട്ട് ഈ കുട്ടിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ यह लेती नहीं थी किंतु अपनी माँ के आग्रह पर हाथ में रख तो लिया किंतु मुँह से नहीं लगाया. അപ്പോൾ ഈ 2 टकुए और एक कसार उसके हाथों में रख दिए लेकिन वह यह लेती नहीं थी. അത് എടുത്തിരുന്നില്ല എന്ന് പറയുന്നത്. അപ്പം ഈ മാംക്കെ ആഗ്രഹപ്പർ, അപ്പം അമ്മ പറഞ്ഞപ്പോഴാണ് ഈ ഹാത്ത് മേ രക്തോലിയ, അത് കയ്യിൽ വെച്ചു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിന്തു മൂസേ നഹീൻ ലഖായ, മുഖത്തിനോട് അടുപ്പിച്ചില്ല, അവൾ കഴിച്ചില്ല. അപ്പം അമ്മ നിർബന്ധിച്ച കാരണം അത് കയ്യിൽ വാങ്ങിച്ചു എന്ന് മാത്രം, പക്ഷെ അവളത് കഴിച്ചില്ല. മേനെ കഹ ഖാവോന, അപ്പം ഞാൻ പറഞ്ഞു തിന്നുന്നില്ലേ. ക്യാ തുമാരെ ഘർ മേ യേ സബ് നഹീം ബൻതേ. വീണ്ടും നമ്മുടെ ലേഖകൻ ചോദിക്കുകയാണ്, തുമാരെ ഘർ മേ യേ സബ് നഹീം ബൻതേ, നിൻ്റെ വീട്ടിൽ ഇതൊന്നും ഉണ്ടാക്കാറില്ലേ. ഛഠ് കാ വ്രത് നഹീം ഹോത്താ, ഏകാദശി വ്രതമൊന്നും എടുക്കാറില്ലേ. ഛഠ് കാ വ്രതം എന്ന് പറഞ്ഞാൽ ഏകാദശി വ്രതം. ഏകാദശി വ്രതമൊന്നും എടുക്കാറില്ലേ.
कितने प्रश्न किंतु सबका जवाब न मैं ही और वह भी मुँह से नहीं जरा जा गर्दन हिलाकर. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. കിത്തനെ പ്രശ്ന കിന്തു സബ്കാ ജവാബ് ന മേ ഹി. പക്ഷേ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. നീ ഇതൊക്കെ എന്താ കഴിക്കണില്ലേ, എൻ്റെ വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ലേ, നീ വ്രതമൊന്നും എടുക്കാറില്ലേ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതിനുള്ള മറുപടി ന മേ ഹി, ഇല്ല എന്നുള്ള മറുപടി. അതെങ്ങനെയാണ് പറഞ്ഞതെന്ന് പറയുന്നത് വഹു ബി മുഹ്സിനഹീം, അത് വായിൽ നിന്നല്ല വരുന്നത്. അവൾ എന്താ ചെയ്തിരുന്നത്, എന്ത് ചോദിച്ചാലും ഇല്ല എന്നുള്ള മറുപടിയായിരുന്നു. എന്തായിരുന്നു? ജരാ സ ഗർദൻ ഹിലാക്ക, തല അല്പം ഒന്ന് ആട്ടിയിട്ട്, നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ ഇല്ല എന്ന് പറയില്ല, അതുപോലെ തലയൊന്ന് ആട്ടിയിട്ട് ഇല്ല എന്നുള്ള രീതിയിൽ തല ആട്ടുക മാത്രമാണ് ചെയ്തത്. അപ്പോഴും വായിൽ നിന്ന് ഒരു വാക്ക് പോലും പുറത്തേക്ക് വന്നിരുന്നില്ല. और गर्दन हिलाते हिलाते ही चेहरे पर गिरे बाल की जो लटें हिल हिल उड़ती वह उन्हें परेशानी से संभालने लगती. സംഭാലന ഒതുക്കി വയ്ക്കുക. അപ്പോൾ ഇവിടെ ചോദിച്ചതിന് മറുപടി വായിൽ നിന്നുള്ളൊരു മറുപടി അല്ല പറഞ്ഞത്, അതിന് പകരം തലയിട്ട് ആട്ടുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ അതിനെ ഗർദൻ ഹിലാത്തേ ഹിലാത്തേ ഹി, ഗർദൻ എന്ന് പറഞ്ഞാൽ കഴുത്ത് ഇങ്ങനെ ഇട്ട് ആട്ടിയിട്ട് എന്തുണ്ടായത്? ചെഹ്റേപ്പർ ഗിരേ ബാൽക്കി ജോ ലഡേ, ചെഹ്റ എന്ന് പറഞ്ഞാൽ മുഖത്ത് വീണെടുക്കുന്ന ബാൽക്കി ലഡേ, മുടിച്ചുരുളുകൾ ഹിൽ ഹിൽ ഉടുത്തി, അതിങ്ങനെ ഇളകാനായിട്ട് തുടങ്ങി. വഹ് ഉനെ പരേശാനീസേ സംഹാലിനെ ലക്തി, അവളത് വളരെയധികം പരിഭ്രമിച്ച്, മുടിയൊക്കെ തലയിട്ടാട്ടുന്നതിനനുസരിച്ച് മുടിയൊക്കെ മുഖത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അത് വളരെ ബുദ്ധിമുട്ടിയിട്ട് വളരെ പരിഭ്രമിച്ച് അവളത് സംഹാലിനെ ലക്തി, ഒതുക്കി വയ്ക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അവിടെ ചെറിയ കുട്ടിയാണ്, ലേഖകനും ചെറിയ കുട്ടിയാണ്, അതുപോലെ തന്നെ രജിയും ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ അമ്മായി ഓടിച്ചെന്ന് പലഹാരമൊക്കെ വെച്ച് കൊടുക്കുകയാണ്. പക്ഷെ അവൾ സ്വീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ വാങ്ങിച്ചോന്ന് പറഞ്ഞപ്പം മാത്രമാണ് കുട്ടി വാങ്ങിച്ചത്, പക്ഷെ അത് കഴിച്ചില്ല. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ലേഖകൻ ചോദിക്കുന്നുണ്ട്. അതിനൊന്നും മറുപടിയില്ല. എല്ലാം ഇങ്ങനെ തലയിട്ടാട്ടിൽ മാത്രമായിട്ടത് മറുപടി അങ്ങനെ ആട്ടി മുടിയൊക്കെ മുഖത്തേക്ക് വീഴാനായിട്ട് തുടങ്ങി. അപ്പോൾ അവളത് വളരെ ബുദ്ധിമുട്ടിയത് ഒതുക്കി വയ്ക്കാനായിട്ട് തുടങ്ങി. ജബ് ഉസ്കി മാം നയി ഗരീദാരിനോ കി തലാശ് മേം മേരെ ആംഗൻ സേ ചലി രജി അബി ഉസ്കെ പീച്ചെ ഹോലി. അങ്ങനെ രജയുടെ അമ്മ നയി ഗരീദാരിനോ കി തലാശ് മേം, ഗരീദാരിനോ എന്ന് പറഞ്ഞാൽ വള വാങ്ങിക്കുന്ന ആളുകൾ, ഗരീദാരിനോ വള വാങ്ങിക്കുന്ന സ്ത്രീകളെ അന്വേഷിച്ചുകൊണ്ട്, തലാശ്മേ അന്വേഷിച്ചുകൊണ്ട്, മേരെ ആങ്കൻ സേ ചലി എൻ്റെ വീടിൻ്റെ മുറ്റത്തുനിന്ന് രജയുടെ അമ്മ പോയി. രജി അബി ഉസ്കെ പീച്ചെ ഹോ ചലി, അവിടെ രജയുടെ അമ്മയുടെ പിന്നാലെ രജിയും പിന്നാലെ പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ അമ്മയുടെ പിന്നാലെ മോളും പോയി എന്നാണ് പറയുന്നത്. മേ കാക്കർ മുഹ് ധോക്കർ अब उसके निकट था और जब वह चली जैसे उसकी डोर में बंधा थोड़ी दूर तक घिसटता गया. അപ്പോൾ ഞാൻ കഴിച്ചത് സ്നാക്സ്, അതായത് ചായ, സ്കൂളിൽ നിന്ന് വന്ന ചായ കുടിക്കുന്ന സമയത്തായിരുന്നു. മേ കാക്കർ ഞാൻ തിന്നിട്ട്, മുഹുദോക്കർ മുഖം കഴുകിയിട്ട്, അപ്പോൾ ഉസ്കെ നിക്കട്ട അപ്പോൾ അവളുടെ അടുത്തായിരുന്നു എന്നാണ് പറയുന്നത്. അവർ ജബ് വ ചലി അപ്പോൾ അവൾ പോയപ്പോൾ ഉസ്കി ഡോർമേ, ഡോർ എന്ന് പറഞ്ഞാൽ ചരട്, ഡോർമേ ബന്ധ അതായത് ചരടിൽ കെട്ടിയതുപോലെ ബന്ധിച്ചതുപോലെ, തോടി ദൂർത്തക്ക് കുറച്ച് ദൂരം വരെ ഗിസർത്താകയ വലിച്ചു കൊണ്ടുപോയ പോലെ, അത് അവളുടെ പിന്നാലെ കുറച്ച് ദൂരം പോയി എന്നാണ് പറയുന്നത്. അതായത് ചരടിൽ കെട്ടി വലിച്ചാൽ പോയില്ല, അതുപോലെ ചരടിൽ കെട്ടിയതുപോലെ കുറച്ച് ദൂരം അവളുടെ പിന്നാലെ പോയി എന്ന് പറയുന്നത്. ഷായത് മേരി ഭാവുകത ദേഖ് കർ ही चूड़ीहारी नाम के मुँह पर खेलने वाली अजस्र हंसी और चुहल में ही उसकी माँ बोली, बबुआ जी रजिया से ब्याह कीजिएगा. ഇപ്പോൾ ഇവിടെ ഷായത് മേരി ഭാവുകത എൻ്റെ ഭാവം കണ്ടപ്പോൾ, ഷായത് എന്ന് പറഞ്ഞാൽ പെർഹെപ്സ് ഒരു പക്ഷേ എൻ്റെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ, ചൂടിഹാരി നമുക്ക് മൂപ്പർ ഈ വള വിൽക്കുന്ന ഈ സ്ത്രീകളുടെ, ചുടിഹാരി എന്ന് പറഞ്ഞാൽ വള വിൽക്കുന്നവർ, ഗിരിധാരൻ എന്ന് പറഞ്ഞാൽ വള വാങ്ങിക്കുന്നവർ. അപ്പോൾ ചൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വള എന്നുള്ള അർത്ഥം. ചുടിഹാരി നോക്കിയ മുഹുപ്പാർ ഈ വള വിൽക്കുന്നവരുടെ ഈ മുഖത്ത്
ഖേൽനെ വാലി അജസ്ര, അവരുടെ മുഖത്ത് കളിച്ചുകൊണ്ടിരുന്ന, അതായത് അവരുടെ മുഖഭാവമാണ് പറയുന്നത്. അജസ്ര ഹസി, അതായത് നിർത്താൻ പറ്റാത്ത അവരുടെ ഉള്ളിൽ ഒളിപ്പിച്ചുള്ള ചിരി. ഹസി എന്ന് പറഞ്ഞാൽ ചിരി. അജസ്ര ഹസി അവർ ചുഹൽ മീം, ചുഹൽ എന്ന് പറഞ്ഞാൽ തമാശ, നേരമ്പോക്ക് പോലെ. ചുഹൽ എന്ന് പറഞ്ഞാൽ മസാക്ക്, തമാശയിലെ നേരമ്പോക്ക് പോലെ. ഉസ്കി ഇമാം ബോലി, റജിയുടെ അമ്മ പറയാണ്. അപ്പോൾ ഇവൻ്റെ നോട്ടം കണ്ടപ്പോൾ, അവൻ്റെ ആ മുഖത്തെ ഭാവം കണ്ടപ്പോൾ വളവിൽക്കുന്നവരുടെ മുഖത്തും ഒരു ചിരി വന്നു. അവരെ തമാശ പോലെ, ഒരു നേരമ്പോക്ക് പോലെ അവളുടെ അമ്മ പറയാണ്, ബബുവാജി റജിയാസെ വ്യാഖ്യജിയേക. ബ്യാഹ് എന്ന് പറഞ്ഞാൽ വിവാഹം, മാരേജ്. റജിയെ കല്യാണം കഴിക്കണോ ചോദിക്കുകയാണ്. फिर बेटे की और मुखातिब होती मुस्कुराहट में कहा, क्यों रे रजिया, यह दुल्हा तुम्हें पसंद है? അപ്പോൾ നമ്മുടെ ലേഖകനോട് ചോദിക്കുകയാണ്, റജിയനെ കല്യാണം കഴിക്കണോ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ തിരിഞ്ഞ് ഫിർ ബേട്ടിക്ക് ഒരു മുഖാതിബ് ഹോത്തി, മുഖാതിബ് എന്ന് പറഞ്ഞാൽ മുഖാമുഖം, മോളുടെ മുഖത്തേക്ക് നോക്കിയിട്ട്. മുഖാതിബ് എന്ന് പറഞ്ഞാൽ മുഖാമുഖം എന്നുള്ള അർത്ഥം. മുഖാമുഖം നേരെ നോക്കിയിട്ട്, മുഖത്തേക്ക് നോക്കിയിട്ട്. മുസ്കുരാഹട്ട് സേ കഹാ, അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, ക്യോം രേ രജിയ, ഏ ദുൽഹ തുമേ പസന്ത് ഹേ. ദുൽഹ എന്ന് പറഞ്ഞാൽ വരൻ, ഈ വരനെ നിനക്ക് ഇഷ്ടപ്പെട്ടു ചോദിക്കുകയാണ്. ഉസ്കാ യേ കഹന കി മേ മുട്കർ ബാഗ. അപ്പോൾ റജിയുടെ അമ്മയുടെ ആ ചോദ്യം പറച്ചിൽ കേട്ട വശം മേ മുഡ്കർ ബാഗ, മുഡ്കർ എന്ന് പറഞ്ഞാൽ ടേൺ ചെയ്യുക, തിരിഞ്ഞിട്ട് ഓടി. ഞാനിത് കേട്ടതും തിരിഞ്ഞോടി. ലേഖകൻ ഇത് കേട്ടപ്പോൾ തന്നെ തിരിഞ്ഞോടി എന്ന് പറയുന്നത്. ബ്യാഹ് കല്യാണോ, ഏക്ക് മുസൽമാനിൻസേ, ഒരു മുസ്ലിം യുവതിയായിട്ടോ, മുസ്ലിമായിട്ടോ. ലേഖകൻ ചിന്തിക്കണം, ലേഖനോടെ ഹിന്ദുവാണ്, ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. അപ്പോൾ ലേഖകൻ ചോദിക്കുകയാണ്, ബ്യാഹ് എനിക്ക് കല്യാണോ, ഏക്ക് മുസൽമാനിൻസേ, അതോ ഒരു മുസ്ലിമായിട്ട്. अब रजिया की माँ टटा रही थी और रजिया सिमट कर उसके पैरों में लिपटी थी. कुछ देर निकल आ जाने पर मैंने मुड़ देखा. എന്താ പറയുന്നത്, अब रजिया की माँ टटा रही थी. അപ്പോൾ റജിയയുടെ അമ്മ അവിടെ തടഞ്ഞു നിർത്തിയ പോലെ അവിടെ നിൽക്കുകയാണ്. ആ റജിയ സിമട്കർ, രജിയാണെങ്കിൽ ആകെ നാണം കെട്ട് അല്ലെങ്കിൽ നാണത്തോട് കൂടിയിട്ട്, സിമട്കർ സങ്കോചത്തോട് കൂടിയിട്ട്, ഉസ്കെ പൈരോ മെല്ലിപ്പെട്ടിത്തി, അമ്മയുടെ കാലിൻ്റെ ചുവട്ടിൽ കാലിനോട് ചേർന്നിരുന്നു. അവർ കുച്ച് ദേർ നിക്കൽ ചാനേപ്പാർ മേനെ മുടുക്കത്തേക്കാം. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ, അവിടുന്ന് തിരിഞ്ഞോടി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ മേനെ മുടുക്കത്തേക്ക, ഞാൻ തിരിഞ്ഞിട്ടൊന്ന് നോക്കി. അപ്പോൾ ആകെ നാണക്കേടായി. ഇപ്പോൾ ചെറിയ കുട്ടിയാണ് രണ്ടുപേരും. ആ സമയത്താണ് ഇങ്ങനെ നോക്കുന്നത് കണ്ടപ്പോഴാണ് രജിയുടെ അമ്മ ചോദിക്കുന്നത്, നിനക്ക് അവളെ കല്യാണം കഴിക്കണമെന്ന് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ചോദിക്കുന്നുണ്ട്, രജിയ നിനക്ക് വരനെ ഇഷ്ടമായി ചോദിക്കുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഇത് കേട്ടതേ നമ്മുടെ ലേഖകൻ അവിടെ നിന്ന് തിരിഞ്ഞു ഓടി എന്നാണ് പറയുന്നത്. കുറേ കഴിഞ്ഞിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയതെന്നാണ് പറയുന്നത്. രജിയ ചൂടി ഹാരീൻ വഹിസി ഗാവ് കി രഹ്നെ വാലി ഥി. ഇവിടെ റജിയ എന്ന് പറയുന്നത് ഏക്ക് ചൂടി ഹാരിൻ ഹേ, വളവിൽപ്പനക്കാരിയാണ്. ചൂടി ഹാരിൻ എന്ന് പറഞ്ഞാൽ വളവിൽപ്പനക്കാരി. വഹിസി ഗാവ് മേ ഹി രഹ്നെ വാലി ഥി, അവൾ ഈ ഗ്രാമത്തിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. ഏത് ഗ്രഹത്തിൽ നമ്മുടെ ലേഖകൻ ജനിച്ചത്? ബേണിപ്പൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. അപ്പോൾ ഗ്രാമത്തിൽ തന്നെയാണ് റജിയും താമസിച്ചിരുന്നത്. ബച്പൻ മേ ഇസി ഗാവ് മേ രഹി और ജവാനി മേ ബി. അപ്പോൾ കുട്ടിക്കാലത്തും ഈ ഗ്രാമത്തിൽ തന്നെയാണ് അവൾ ജീവിച്ചിരുന്നത്. അവർ ജവാനി മേ ബി, ജവാനി എന്ന് പറഞ്ഞാൽ യൗവനത്തിലും ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ കുട്ടിക്കാലത്തായാലും യൗവനത്തിലായാലും ഈ ഗ്രാമത്തിൽ തന്നെയാണ് രജിയ താമസിച്ചിരുന്നത്. ക്യോംകി മുസൽമാനോ മേ ഗാവ് മേ ഹി ഷാദി ഹോ ജാതി ഹെ നാ. കാരണം മുസ്ലിമുകൾ അത് അവരുടെ ഗ്രാമത്തിൽ നിന്നുള്ളവർ തന്നെയാണ് വിവാഹം കഴിച്ചിരുന്നത്. വിവാഹം അങ്ങനെ തന്നെയാണ് നടത്തിയിരുന്നതെന്ന് പറയുന്നത്. അവർ ये अच्छा हुआ क्योंकि बहुत दिनों तक प्रायः ही उससे अपने गाँव में ही बैंड हो जाया करती थी. അപ്പോൾ അത് നല്ലതായിട്ട് ലേഖനം തോന്നുകയാണ്. കാരണം ഒരുപാട് നാളുകൾ വരെ മിക്കവാറും നമ്മുടെ രജിയയുമായിട്ട്, അതായത് ഗ്രാമത്തിൽ വെച്ച് തന്നെ ബേണ്ട് ഹോ ജായ കർത്തി, പതിവായിട്ട് കണ്ടുമുട്ടിയിരുന്നു. ബേണ്ട് ഹോന എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക. അപ്പോൾ മുസൽമാന്മാർ, അത് അവരുടെ മുസ്ലിംസിൻ്റെ പ്രത്യേകതയാണ്, അവരവരുടെ ഗ്രാമത്തിൽ നിന്നുള്ളവർക്ക് തന്നെയാണ് വിവാഹം കഴിച്ചു കൊടുത്തിരുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രജിയുടെ ബച്പൻ എന്ന് പറയുന്നതും ജവാനി എന്ന് പറയുന്നതും ആ ഗ്രാമത്തിൽ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്.
അങ്ങനെ ഒരുപാട് നാളുകൾ വരെ മിക്കവാറും റജിയ സെ അപ്നെ ഗാവ് മേ ഹി ബേണ്ട് ഹോ ജായ കർത്തി തി, റജിയയുമായിട്ട് ആ ഗ്രാമത്തിൽ വെച്ച് കണ്ടുമുട്ടുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നത്. മേ പഠിത്തേ പഠിത്തേ ബഡ്താ ഗയ, ഞാനങ്ങനെ പഠിച്ച് അങ്ങനെ വളർന്നു വലുതായി. പഠനെ പർ പഠനയ്ക്ക് ലിയെ ശഹറോ മേ ജാനാ പടാ, അപ്പോൾ വളരുന്നതിനനുസരിച്ച് പഠനയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ശഹറോ മേ ജാനാ പടാ, പഠനയ്ക്ക് ലിയെ ശഹറോ മേ ജാനാ പടാ, പട്ടണത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ചുട്ടിയോ മേ ജബ് തബ് ആത്താ, ഇപ്പോൾ എപ്പോഴെങ്കിലും അവധി കിട്ടുകയാണെങ്കിൽ മാത്രമാണ് വന്നിരുന്നത്. ചുട്ടിയോ എന്ന് പറഞ്ഞാൽ വെക്കേഷൻ. इधर रजिया पढ़ तो नहीं सकी, हाँ बढ़ने में मुझसे पीछे नहीं रही. इधर यहाँ रजिया पढ़ नहीं रजिया को पढ़ नहीं सकी, അവിടെ രജിയയ്ക്ക് പഠിക്കാനൊന്നും സാധിച്ചില്ല. हाँ बढ़ने में मुझसे पीछे नहीं रही, പക്ഷേ വളർച്ചയിൽ ലേഖനേക്കാളൊട്ടും പിന്നിലായിരുന്നില്ല എന്ന് പറയുന്നത്, എന്നെക്കാളും പിന്നിലായിരുന്നില്ല. കുച്ച് ദിനോം തക് അപ്പിനി മാം കെ പീച്ചെ പീച്ചെ ഗുംതി ഫിരി, ഇപ്പോൾ കുറച്ച് നാളുകളോളം അമ്മയുടെ കൂടെ പിന്നാലെ ചുറ്റിത്തിരിഞ്ഞ് വരുന്നതായിട്ട്, അതായത് വളവിൽക്കാനായിട്ട് അമ്മയുടെ പിന്നാലെ വരുന്നതായിട്ട് കണ്ടിരുന്നു. അബി ഉസ്കെ സിർ പർ ചൂടിയോം കി ഗഞ്ചിയാ തോ നഹീം പടി, കിന്തു ഗിരിധാരനോ കെ ഹാത്തോ ചൂടിയാം പിൻഹാനെ കി കല വഹ് ജാൻ ഗയി തി. ഇപ്പോൾ ഉസ്കെ സിർ പർ ചൂടിയോം കി ഗഞ്ചിയാ തോ നഹീം പടി, ഇപ്പോൾ അവളുടെ തലയിൽ ഈ വളയുടെ കൊട്ടയൊന്നും അവളുടെ തലയിലില്ല. ഹിന്ദു ഗിരിധാരിനോക്കെ ഹാത്തോം, പക്ഷേ വാങ്ങിക്കുന്നവരുടെ കൈകളിൽ, ഗിരിധാരിനോക്കെ ഹാത്തോം എന്ന് പറഞ്ഞാൽ വള വാങ്ങിക്കുന്നവരുടെ കൈകളിൽ ചൂടിയ പിൻഹാനെ, ചൂടിയ എന്ന് പറഞ്ഞാൽ വള, പിൻഹാനെ എന്ന് പറഞ്ഞാൽ പഹനാനെ, അതേ വള ഇട്ട് കൊടുക്കുക, വള ധരിപ്പിക്കുക. ഇപ്പോൾ വള ഇട്ട് കൊടുക്കുന്ന കല വഹ് ജാൻ ഗീത്തി, അവൾക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ അവളത് പഠിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ നന്നായിട്ട് വള ഇട്ട് കൊടുക്കുക എന്നുള്ള കാര്യം, ആ ഒരു കല അവൾ പഠിച്ചിരുന്നു എന്ന് പറയുന്നത്. ഉസ്കെ ഹാത്ത് മുലായം തേ ബഹുത്ത് മുലായം, രജിയുടെ കൈ അവൾ ചെറുപ്പാണ്, അതുകൊണ്ട് തന്നെ അവളുടെ കൈകൾ വളരെ സോഫ്റ്റായിരുന്നു. മുലായം എന്ന് പറഞ്ഞാൽ സോഫ്റ്റായിരുന്നു. ബഹുത്ത് മുലായം, വളരെ സോഫ്റ്റായിട്ടുള്ള കൈകളായിരുന്നു റജിയുടേത്. നയി ബഹുവം കി യഹി രായതി, അപ്പോൾ ബഹു എന്ന് പറഞ്ഞാൽ മരുമക്കൾ, അതായത് പുതുതായി വന്ന മരുമക്കളുടെ അഭിപ്രായം ഇതായിരുന്നു. യഹി രായ് എന്ന് പറഞ്ഞാൽ ഒപ്പീനിയൻ, അവരുടെ അഭിപ്രായം ഇതായിരുന്നു. കാരണം എന്താണ്, റജിയുടെ കൈകൾ വളരെ സോഫ്റ്റാണ്, അതായത് കയ്യിൽ വളയിട്ട് കൊടുക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പറയാണ് ഉസ്കെ ഹാത്ത് മുലായം തേ, അവളുടെ കൈകൾ വളരെ സോഫ്റ്റായിരുന്നു. വേ ഇസി കെ ഹാത്ത് സേ ചൂടിയ പഹന്ന പസന്ത് കർത്തി, ഇപ്പോൾ പുതുതായി വന്ന മരുമക്കളൊക്കെ അവളുടെ കയ്യിൽ നിന്ന്, റജിയാക്കി ഹാത്ത് സേ, രജിയുടെ കയ്യിൽ നിന്ന് ചൂടിയാൻ പഹന്ന പസന്ത് കർത്തി, വള ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ വള ധരിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നത് രജിയുടെ കയ്യിൽ നിന്നാണ്. കാരണം ഉസ്കെ ഹാത്ത് മുലായം തി. ഉൻകി മാം ഇസ്സെ പ്രസന്ന ഹി ഹുയി ജബ് തക് രജിയ ചുടിയാൻ പിൻഹാത്തി വഹ് നയി നയി ഗരീധാരിനെ ഫസാത്തി. ഫസാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലയിലാക്കുക. ഇവിടെ ഉസ്കി മാം ഇസ്സെ പ്രസന്ന ഹി ഹുയി, ഇത് കണ്ടപ്പോൾ റജിയുടെ അമ്മയ്ക്ക് വളരെയധികം സന്തോഷമായി. കാരണം എന്താണ്, ജബ് തക് രജിയ ചുടിയാൻ പിൻഹാത്തി, എപ്പോൾ വരെയാണോ, അതായത് നമ്മുടെ റജിയ നമ്മുടെ കൈകളിൽ വളകൾ ഇട്ട് കൊടുത്തിരുന്നത്, അങ്ങനെ വളകൾ ഇട്ട് കൊടുത്തത് എന്തായി, നൈ ഗരീധാരിനെയും ഫസാത്തി, പുതിയ വള വാങ്ങിക്കുന്ന ആളുകൾ ഇവളുടെ വലയിലായി. അതായത് വള വാങ്ങിക്കാനായിട്ട് ഉള്ള ആളുകളുടെ എണ്ണം കൂടി എന്നാണ് പറയുന്നത്, മരുമക്കളുടെ എണ്ണം കൂടി. അങ്ങനെ രജിയ ബഡ്ത്തി ഗയി, അങ്ങനെ രജിയ വളർന്നു വലുതായി. ജബ് ജബ് ബേണ്ട് ഹോത്തി മേ പാത്ത ഉസ്കെ ശരീർ മേ നയേ നയേ വികാസ് ഹോ രഹേ ഹേ. അപ്പോൾ റസിയ വളർന്നു വലുതായി, എപ്പോഴൊക്കെ കണ്ടുമുട്ടിയാലും ഉസ്കെ ശരീർ മേ നയേ നയേ വികാസ് ഹോ രഹേ ഹേ, അവളുടെ ശരീരത്തിലെ പുതിയ വികാസങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാണാനായിട്ട് സാധിച്ചു. ശരീർ മേ അവർ സ്വഭാവം മേ ബി, ശരീരത്തിൽ മാത്രമല്ല സ്വഭാവത്തിലും എന്താ പറയുക വ്യത്യാസം, അതായത് ഡെവലപ്മെൻറ്റ് ഉണ്ടായി എന്നാണ് പറയുന്നത്. പഹലി बेंड के बाद पाया था वह कुछ प्रगल्भ हो गई है, मुझे देखते ही दौड़कर निकट आ जाती, प्रश्न पर प्रश्न पूछती. ഇപ്പോൾ മുൻപ് നമ്മൾ ലേഖകൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത്
ഇവളുടെ അടുത്ത് എന്ത് ചോദിച്ചാലും മറുപടി ഉണ്ടായിരുന്നില്ല, വെറുതെ തലയിട്ട് ആട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അവളിൽ ശരീരത്തിലും മാറ്റം ഉണ്ടായി, അതുപോലെ തന്നെ സ്വഭാവത്തിലും മാറ്റം വന്നു. പഹലി ബേണ്ട് കെ ബാദ് പായാത്ത, ആദ്യത്തെ കണ്ടുമുട്ടലിന് ശേഷം മനസ്സിലായി എന്താണ്, കുച്ച് പ്രഗത്ഭ ഹോഗയി, അവൾ വളരെ പ്രഗത്ഭയായി എന്ന് എനിക്ക് മനസ്സിലായി. മുझे देखते ही दौड़कर निकट आ जाती, എന്നെ കാണുമ്പോൾ തന്നെ ഓടി നിക്കട്ട് ആ ജാത്തി, അടുത്തേക്ക് വരുമായിരുന്നു. പ്രശ്ന പർ പ്രശ്ന പൂച്ചത്തി, ഓരോന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ചെറുപ്പത്തിൽ ലേഖന ചോദിച്ചിരുന്നു, ഇപ്പോൾ വളർന്നു വലുതായപ്പോൾ ഇവള് ലേഖനോട് ഇങ്ങനെ ചോദിക്കാനായിട്ട് തുടങ്ങി എന്ന് പറയുന്നത്. അജീബ് അട്പട്ട് പ്രശ്ന, देखिए तो ये नई बालियाँ आपको पसंद है. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അട്പട്ട് പ്രശ്നം, അതായത് പറഞ്ഞാൽ വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വളരെ വിചിത്രമായിട്ടുള്ള ചോദ്യങ്ങൾ. നോക്കി ദേക്കിയത്തോ, നോക്കിയേ, ഏ നൈ ബാലിയ, ഈ പുതിയ കമ്മല്, അത് ആപ്കോ പസന്ത് ഹേ, നിങ്ങൾക്കത് ഇഷ്ടമായോ എന്നുള്ള ചോദ്യങ്ങൾ. ക്യാ ഷഹറോമേ ഐസി ബാലിയ പഹനി ജാത്തി ഹേ, പട്ടണങ്ങളിൽ ഇങ്ങനത്തെ കമ്മൽ ധരിക്കുന്നുണ്ടോ ആളുകൾ എന്നുള്ള ചോദ്യങ്ങൾ. മേരി മാ ഷഹർ സേ ചൂടിയാ ലാത്തി ഹേ, മേനെ കഹാ ഹേ വൈ ഇസ് ബാർ മുझे भी ले चले. അപ്പോൾ റജി പിന്നെ പറയണേ, അപ്പോൾ നമ്മുടെ ലേഖൻ പഠിക്കുന്നത് പട്ടണത്തിൽ പോയിട്ടാണ് പഠിക്കുന്നത്, വളർന്നപ്പോൾ പട്ടണത്തിൽ പോയിട്ട് പഠിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് വീണ്ടും പറയണേ, മേരി മാ ഷഹർ സേ ചൂടിയാലാത്തി ഹേ, ഇപ്പോൾ ഈ ഗ്രാമങ്ങളിൽ വിൽക്കാനായിട്ട് വള വാങ്ങിച്ചു കൊണ്ടുവരുന്നത് പട്ടണങ്ങളിൽ നിന്നാണെന്ന് പറയുന്നത്. അപ്പോൾ അമ്മ പ്രാവശ്യം പറഞ്ഞു, മേരി മാ ഷഹർ സേ ചൂടിയാലാത്തി തീ, പട്ടണത്തിൽ നിന്നാണ് വള വാങ്ങിച്ചു കൊണ്ടുവരുന്നത്. മേനെ കഹാ ഹേ വഹ് ഇസ് ബാർ മുझे भी ले चले, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം എന്നെയും കൂടി കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആപ് കിസ് തരഫ് രഹത്തെ ഹേ വഹാം, പിന്നെ അവൾ ചോദിക്കുകയാണ്, നിങ്ങളവിടെ ഏത് ഭാഗത്താണ് താമസിക്കുന്നത്. ക്യാ ബേൺ ഹോ സക്കേഗി ഷഹർ മേ ആത്തെ സമയ, അതായത് പട്ടണത്തിലേക്ക് വളം വാങ്ങിക്കാൻ അമ്മയുടെ കൂടെ വരുന്ന സമയത്ത് ക്യാ ബേൺ ഹോ സക്കേഗി, കണ്ടുമുട്ടാൻ സാധിക്കുമോ, കാണാൻ സാധിക്കുമോ. വഹ് ബക്കേ ജാതി മേ സുൻത ചാത്ത, അവളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ബക്കന എന്ന് പറഞ്ഞാൽ പുലമ്പ്, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടേ നിർത്താതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓരോന്നിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ചോദ്യത്തിന് മുകളിൽ ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ നിർത്താതെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മേ സുൻത ജാത്ത, ഞാനിങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു. ഷായദ് ജവാബ് കി ജരൂരത്ത് വഹ് ബി നഹി മഹസൂസ് കർത്തി, ഷായദ് ഒരു പക്ഷേ, ജവാബ് കി ജരൂരത്ത് മറുപടിയുടെ ആവശ്യം അവിടെ വഹ് ബി നഹി മഹസൂസ് കർത്തി, അവൾക്ക് പോലും അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് തോന്നിയിരുന്നില്ല. അപ്പോൾ അവളിങ്ങനെ എന്തൊക്കെയോ സംസാരിക്കുന്നു, അവളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു, അവൾ ഒരു നിർത്താതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കമ്മലിഷ്ടായോ, അതല്ലെങ്കിൽ പട്ടണത്തിലുള്ള ആളുകൾ ധരിക്കുന്നുണ്ടോ, അതുപോലെ അമ്മ പട്ടണത്തിൽ നിന്നാണ് വള വാങ്ങിച്ചുകൊണ്ടിരുന്നത്, ഞാൻ അമ്മയുടെ കൂടെ വരുന്നു പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ നിർത്താതെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേഖകനാണെങ്കിൽ ഇതെല്ലാം അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ റജിയെക്കുറിച്ച്, റജിയിൽ വന്ന മാറ്റങ്ങൾ. റജിയുടെ അമ്മയുടെ ജോലി എന്തായിരുന്നു, വായക്ക് ചുടി ഹരിന്തി, അവൾ റജിയുടെ അമ്മ ഒരു വളവിൽപ്പനക്കാരിയായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ റജിയേനെയും ലേഖകനും വെച്ച് കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നൊരു ഭാഗം, അതായത് റജിയോട് ചോദിക്കുന്നുണ്ട്, ലേഖനോട് ചോദിച്ചിട്ടുണ്ട് ഏ ദുൽഹ തുമേ പസന്ത് ഹേ ചോദിക്കുന്നുണ്ട്, ലേഖനോട് ചോദിക്കുന്നുണ്ട് രജിയാസേ ബ്യാ കീജിയേഗ, രജിനെ കല്യാണം കഴിക്കണം ചോദിക്കുന്നുണ്ട്. കുട്ടിയായിരുന്നു, അതുകൊണ്ട് തന്നെ കേട്ടതും നാണക്കേട് തോന്നിയിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു ഓടുന്നൊരവസ്ഥ. അങ്ങനെ അങ്ങനെ നമ്മുടെ രജിയുടെ പ്രത്യേകത പറയുന്നത്, അവൾ ജനിച്ചതും വളർന്നതും അതുപോലെ തന്നെ കുട്ടിക്കാലവും യൗവനമെല്ലാം ചിലവഴിച്ചത് ഉസി ഗാമേത, ആ ഗ്രാമത്തിൽ തന്നെയായിരുന്നു എന്ന് പറയുന്നത്. അവിടെ മുസൽമാനും കെ ബീച്ച് യഹാ ഷാദി ഉസ് ഗാമേ ഹോ ജാതി ഹേ, അവിടെ ഗ്രാമത്തിൽ തന്നെയാണ് വിവാഹം നടത്തിയിരുന്നതെന്ന് പറയുന്നത്. അങ്ങനെ ലേഖ പഠിത്ത ഗയ और പഠനേ के लिए शहरों में जाना पड़ा. അപ്പോൾ അദ്ദേഹത്തിന് പഠിക്കാനായിട്ട് പട്ടണങ്ങളിലേക്കൊക്കെ പോകേണ്ടതായിട്ട് വന്നു. ചുട്ടിക്ക് സമയമേ ഗാമേ ആ ജായേഗ സമയം രജിയ സേ ബി ബേൺ ഹോ സക, അങ്ങനെ രജിയനെ കണ്ടുമുട്ടാനും സാധിച്ചിരുന്നു. എന്നാൽ അതിനോടൊപ്പം തന്നെ രജിയ किसी प्रकार की पढ़ाई नहीं की और उसके माम के पीछे चूड़ियाँ पहनाने की काम करती थी. यहाँ नई नई बहुएँ उसके राय उसका मत ये दी, उसके हाथ बहुत मुलायम थे, उसके हाथ से
चूड़ियाँ पहनना ये बहुएं बहुत पसंद करती थी. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ये माम की रजिया की माम को भी बहुत खुशी हुई क्योंकि यहाँ रजिया चूड़ियाँ पहनाते समय उसके नई नई गिरीदारियों को मिल जाएंगे. അപ്പോൾ പുതിയ പുതിയ കസ്റ്റമേഴ്സിന് അവിടെ കിട്ടുമെന്നാണ് പറയുന്നത്. ആ ഒരു സന്തോഷം ആർക്കുണ്ടായിരുന്നു പറയുന്നത് നമ്മുടെ റജിയയുടെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ रजिया बढ़ती गई. അതുപോലെ തന്നെ പറയുന്നുണ്ട് उसके शरीर में और उसके स्वभाव में भी कुछ विकास हो रहा है. पहले बैंड करते समय उसके बाद लेखक को समझ गया कि वह बहुत प्रगल्भ हो गई है. पहले की तरह नहीं, मुझे अब देखते समय वे दौड़कर पास आ जाती और प्रश्न पर प्रश्न पूछती है. यहाँ बालियों के बारे में ये पसंद है ना, शहरों में ऐसी बालियाँ पहनी आती है. അതുപോലെ തന്നെ मेरी माँ शहर से चूड़ियाँ लाती है. इस बार मैं भी मेरी माँ के साथ शहर में ले चलने के लिए मैंने कहा है. यहाँ यह शहर में तुम या आप किस तरह रहते हैं, इसी प्रकार की वहाँ आते समय क्या बैंड हो सकेगी, इसी तरह के प्रश्न रजिया लेखक से पूछ रही है. ये वह वक्त जाता था, यहाँ लेखक ये सब सुनता जाता था. उसके जवाब की ज़रूरत यहाँ नहीं महसूस करती. അതുപോലെയുള്ള മറുപടി, അതായത് മറുപടി ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, ഇങ്ങനെ എന്തൊക്കെയോ കുറേ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക മാത്രമാണ് നമ്മുടെ റജിയ ചെയ്തുകൊണ്ടിരുന്നത്. फिर कुछ दिनों बाद पाया वहाँ अब कुछ सकुचा रही है. അങ്ങനെ വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ദിനോബാദ് പായ കണ്ടു. വഹാബ് കുച്ച് സക്കുചാ രഹി ഹി. ഇപ്പോൾ അവൾക്കാകെ എന്താ പറയുക, ഒരു ലജ്ജ തോന്നുന്ന അവസ്ഥ. സക്കുച എന്ന് പറഞ്ഞാൽ ശർമാന, നാണം തോന്നുന്നൊരു പ്രായത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. മേരെ നിക്കട്ട് ആനയ്ക്ക് പഹലെ വഹ ഇധർ ഉധർ ദേഖ്തി അവർ ജബ് കുച്ച് ബാത്തേം കർത്തി तो ऐसी चौकन्नी सी कि कोई देख न ले सुन न ले. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾക്ക് ആകെ എന്താ പറയുക, നാണം വരുന്ന പോലെയൊക്കെ. അവൾ അടുത്ത് വരുമ്പോൾ തന്നെ അവിടെ ഇവിടേക്ക് നോക്കിയിട്ട് ജബ് കുച്ച് ബാത്തേം കഴിഞ്ഞ് എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ചൗക്കന്നി സി, അതായത് വളരെ ശ്രദ്ധയോടുകൂടിയാണ്. ചൗക്കന്നി എന്ന് പറഞ്ഞാൽ വളരെ സജ്ജഗ്, വളരെ ശ്രദ്ധയോടെ കെയർഫുള്ളായിട്ട്. കോയി ദേഖ്നലേ, ആരെങ്കിലും നോക്കുന്നുണ്ടോ, സുണ്ണലേ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് വളരെ ശ്രദ്ധയോടെയാണ് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നത്. അപ്പോൾ അടുത്തേക്ക് വരുന്നവർക്ക് മുന്നേ മറ്റുള്ളവർ കാണുന്നുണ്ടോ എന്നുള്ളൊരു ശ്രദ്ധ, അത് നോക്കിക്കൊണ്ടാണ് അവൾ വന്നിരുന്നതെന്ന് പറയുന്നത്. एक दिन जब वह इसी तरह बातें कर रही थी कि मेरी बहूजी ने कहा, देखिए रे रजिया, बबूजी को फुसला नहीं लीजिए. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ തന്നെ ബാത്തേം കർത്തേ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മേരി ബൗജീനെ ബൗജി എന്ന് പറഞ്ഞാൽ മൗസി, എൻ്റെ അമ്മായി പറഞ്ഞു, എന്താണ്, ദേ റസിയ ബബുവാജിക്കോ ഫുസ്ല നഹി ലീച്ചിയെ. ഫുസ്ല എന്ന് പറഞ്ഞാൽ ചക്രവാക്ക്, അത് മോഹിപ്പിക്കുന്ന മോഹവാക്കുകൾ. അപ്പോൾ ലേഖൻ്റെ വാക്കൊന്നും കേൾക്കണ്ട, ചക്രവാക്കിലൊന്നും മയങ്ങണ്ട, കേൾക്കണ്ടെന്ന് പറയണത്. അപ്പോൾ എനിക്കൊരു ദേക്കർ ഹസ്തോ പടി किंतु मैंने पाया उसके दोनों गाल लाल हो गए हैं और उन नीली आंखों के कोने मुझे सजल से लिखे. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കൊരു ദേക്ക ഹസ്തോ പടി, അവൾ അമ്മയെ നോക്കിയിട്ട് ചിരിക്കാൻ തുടങ്ങി. എന്താ പറയുക, കിന്തു മേനെ പായ, പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യം തന്നെ ഉസ്കെ ദോനോ ഗാൽ ലാൽ ഹോ ഗയേ ഹേ. അപ്പോൾ അത് കേട്ടപ്പോൾ അവളുടെ രണ്ട് കവിളും, ഗാലെന്ന് പറഞ്ഞാൽ കവിള് ലാൽ ഹോ ഗയ, ആകെ ചുവന്നു തൊടുത്തു എന്നാണ് പറയുന്നത്. അവർ നീലി ആംഗം കെ കോനെ മുജെ സജൽ സേ ലഖേ. അവളുടെ നീലക്കണ്ണുകൾ, നമ്മൾ നേരത്തെ കണ്ണിനെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല നീല നിറമുള്ള കണ്ണ്, നല്ല തിളക്കമുള്ള കണ്ണുകളായിരുന്നു പറഞ്ഞു. ആ നീലക്കണ്ണുകളിലെ കോണുകളിൽ, കോനെന്ന് പറഞ്ഞാൽ കോർണർ, മുജെ സജക് സേലക, നല്ല തിളക്കമുണ്ടായെന്ന് പറയുന്നത്. मैंने ध्यान दिया जब हम लोग कहीं मिलते हैं बहुत सी आंखें हम पर बालों की नोक ताने रहती है.
അപ്പോൾ മേനെ ധ്യാൻ ദിയ, ഞാനിപ്പോൾ ശ്രദ്ധിച്ചു ധ്യാൻ ദിയ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചപ്പോൾ ജബ് ഹം ലോഗ് കഹി മിൽത്തെ ഹെ, ഇപ്പം ഞങ്ങൾ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ബഹുത് സി ആങ്കി, ഒരുപാട് കണ്ണുകൾ, ഹം പർ ഞങ്ങളിലേക്ക്, ബാലോം കി നൗക്ക്, അതായത് വളരെ ശ്രദ്ധയോടെ പുരികം ചുളിച്ചുകൊണ്ട് ഇത് ആരാണ് ഇതെന്താണെന്നുള്ള മട്ടിൽ മറ്റുള്ള ആളുകൾ ഇവരേനെ എന്ത് ചെയ്തിരുന്നു, ബാലോം കി നോക്ക് താനേ, അതായത് പുരികം മുകൾ ഭാഗത്തേക്ക് കയറ്റിയിട്ട് വളരെ ശ്രദ്ധയോടെ ഇതാരാണ് സംസാരിക്കണമെന്നറിയാനായിട്ട് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ രണ്ടുപേരും സംസാരിക്കുന്നത് ശ്രദ്ധിക്കാനായിട്ട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് എടുക്കുന്നത്. അതായത് ഇവിടെ ഒരുപാട് മാറ്റം വന്നു, അവൾ വളർന്നു വലുതായി പ്രായമായി, അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വന്നു, അവർ സംസാരിക്കാൻ തുടങ്ങി, കണ്ടുമുട്ടാൻ തുടങ്ങി. അപ്പോൾ രണ്ടുപേരും സംസാരിക്കുന്നത്, അവളാണെങ്കിൽ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് അവളവിടെ സംസാരിച്ചിരുന്നത്. അതുപോലെ തന്നെ ഞാനും ശ്രദ്ധിച്ചു, ലേഖൻ പറയാൻ ഞാനും ശ്രദ്ധിച്ചു. ഞങ്ങൾ രണ്ടുപേരും എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അവിടെ ഒരുപാട് കണ്ണുകൾ അവരെ നോക്കാനായിട്ട് ഉണ്ടായിരുന്നു, അവരെ വീക്ഷിക്കാനായിട്ട് വളരെ ശ്രദ്ധയോടെ നോക്കാനായിട്ട് ഒരുപാട് കണ്ണുകൾ അവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു.